ഉറ്റവർ സ്നേഹിതർ ബന്ധുക്കൾ ഏവരും കൈവിടും സമയത്ത് ഉറ്റവർ സ്നേഹിതർ ബന്ധുക്കൾ ഏവരും കൈവിടും സമയത്ത് അമ്മ തൻ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത പൊന്നേശു കൂടെയുണ്ട്. അമ്മ തൻ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത പൊന്നേശു കൂടെയുണ്ട്. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ രാജേഷ്, ഈ സഭയുടെ ബഹുമാന്യനായ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് ബേബി, കുടുംബം, പേര് പറഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എല്ലാ കർത്തൃദാസന്മാർക്കും വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സന്ധ്യാ വന്ദനം. ഇന്നലെയും ഇന്നുമായിട്ട് ഇങ്ങനെ 2 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിച്ച് ശുശ്രൂഷയ്ക്ക് എനിക്ക് വേദിയൊരുക്കിയ ഈ സഭയോട്, പാസ്റ്ററോട് എനിക്കുള്ള ഹൃദയംഗമായ നന്ദി ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. ഈ സഭയുടെ അതിഥിയാകുവാൻ കുറേ വർഷങ്ങൾക്ക് മുൻപും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മറക്കാതെ ഓർത്തിരുന്ന് എന്നെ ശുശ്രൂഷയിൽ കരുതിയത് ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നീരുറവയെക്കുറിച്ച് ദൈവദാസന്മാർ ഇവിടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്ന അന്നത്തെ കാലത്തെ കോടിപതിയായിരുന്നു. ബഹുസമ്പന്നൻ എന്ന പദത്തിൻ്റെ, ആ മലയാള പദത്തിന് കൗണ്ട് നിശ്ചയിച്ചിട്ടില്ല, അളവ് നിശ്ചയിച്ചിട്ടില്ല. ദേശത്തിന് വഹിക്കാൻ വയ്യാത്തതുപോലെ അന്നത്തെ കാലത്ത് സ്വത്തുണ്ടായിരുന്നു മനുഷ്യന്. പക്ഷേ ഈജിപ്തിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അബ്രഹാം കൊണ്ടുവന്ന ഹാഗാർ, അബ്രഹാമിന് പിറന്ന മകൻ ഇസ്മായേൽ, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്.
ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, 2 പേർക്ക് അവരെങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ നാടല്ല. ഹാഗാറിൻ്റെ നാട് ഈജിപ്റ്റാണ്. അപ്പോൾ മരുഭൂമിയിലേക്കാണ് യാത്ര. ഒരു പരിചയവുമില്ല. 2 പേര് പോകുമ്പോൾ ഒരു 2 തുരുത്തി വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ബഹുസമ്പന്നനായിട്ടും താൻ കൊടുത്ത വെള്ളത്തിന് അളവുണ്ട്. വെള്ളത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഏത് പാത്രത്തിലെടുക്കുന്നു ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് വെള്ളത്തിനുള്ളത്. അല്ലാതെ വെള്ളത്തിന് സ്വതസിദ്ധമായ ഒരു ആകൃതിയില്ല. അപ്പോൾ ഒരു തുരുത്തി വെള്ളം, അതിനളവ് ആർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഒരു തുരുത്തിയിലെ വെള്ളം. എന്നാൽ വചനം അറിയാവുന്ന ദൈവമക്കൾക്കറിയാം, ദൈവം ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. സംസം വാട്ടർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ സ്ഥലം സന്ദർശിച്ചവർ അവിടുന്ന് ആ വെള്ളം കൊണ്ടുവരാറുണ്ടെന്ന് പറയുന്നു. ചരിത്രം പറയുന്നതും ഇന്നും ആ ഉറവ വറ്റിയിട്ടില്ല. അതെന്തൊരു നല്ല ഒരു ദൂതാണ്. സമ്പന്നനായ അബ്രഹാം കൊടുത്തത് അളന്നാണ്. പക്ഷേ ഹാഗാറിന് ദൈവം കൊടുത്തത്, അബ്രഹാം ഒരായുസ് മുഴുവൻ എടുത്ത് അളക്കാൻ ശ്രമിച്ചാലും ഹാഗാറിന് വേണ്ടി ദൈവം തുറന്നത് ആ ഉറവയുടെ ക്വാണ്ടിറ്റി, ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ആർക്കും അളക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യർ നൽകുന്നതിനെല്ലാം അളവുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം നമുക്ക് അളക്കാൻ കഴിയാത്തതുപോലെ നന്മകൾ നൽകുന്ന ദൈവമാണ്. പെട്ടെന്ന് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 22 മുതൽ 27 വരെ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാവുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. മതി. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം നമുക്ക് ഈ തിരുവെഴുത്ത് ധ്യാനിക്കാം. കഴിഞ്ഞ രാത്രി നമ്മോട് സംസാരിച്ച കർത്താവ് ഇന്ന് രാത്രിയിലും തിരുവെഴുത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. വചനത്തിലൂടെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. നമ്മളിവിടെ ഈ വായിച്ച ചരിത്ര സംഭവം മറ്റ് 2 സുവിശേഷകരും കൂടെ പരാമർശിച്ചിട്ടുണ്ട്. മർക്കോസ് 6-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് ഒഴിച്ച് മറ്റു 3 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്
യേശു ചെയ്ത ഈ അത്ഭുതം, ഈ വേദഭാഗത്ത് ഉൾക്കൊള്ളുന്ന അത്ഭുതം. യോഹന്നാൻ യേശുവിൻ്റെ അത്ഭുതങ്ങളെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അടയാളം എന്ന പദം കൊണ്ടാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു തെളിവ് പറഞ്ഞാൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കണ്ടോ. അപ്പോൾ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമെന്നാണ് നമ്മൾ പറയാറുള്ളത്. യേശു ചെയ്ത 35 അത്ഭുതങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ യോഹന്നാൻ അത്ഭുതങ്ങളെ അടയാളം എന്ന പദം കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മെസ്സേജ്, ഒരു സന്ദേശം വെളിവാക്കുന്നതെല്ലാം അടയാളങ്ങളാണ്. അത് വിശദീകരിക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, നമ്മുടെ കേരളത്തിലെ രീതിയാണ് ഞാൻ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ബോർഡ് കാണാം. ഒരു കുട്ടി ഓടാൻ നിൽക്കുന്ന, ബാഗും കൈ പിടിച്ചിങ്ങനെ ഓടാൻ നിൽക്കുന്ന ഒരു സൈൻ ബോർഡ്, അടയാള ബോർഡ്. ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? ആ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. ഒരു കുട്ടി ഒരു ബാഗും പിടിച്ചിങ്ങനെ ഓടാൻ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ. ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ആ അടയാളത്തിനകത്ത് ഒരു സന്ദേശമുണ്ട്. ആ ബോർഡ് കാണുമ്പോൾ 60, 70, 80 മൈൽ സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിലും വണ്ടി സ്ലോ ചെയ്യണം, ഇവിടെ സ്കൂൾ അടുത്തുണ്ട്, കുട്ടികൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് പോകുക. കുറഞ്ഞപക്ഷം ഇത്രയും കാര്യങ്ങൾ ആ ഒറ്റ അടയാളത്തിലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം യോഹന്നാൻ പറയുന്നത് എനിക്ക് കുറേ കൂടി ഇഷ്ടം തോന്നിയത്, ഈ അത്ഭുതമെന്ന് പറയുമ്പോൾ യേശു ചെയ്ത ഒരു കാര്യത്തെ അത്ഭുതമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആളുകളിൽ ഉണ്ടാക്കുന്ന വികാരമാണ്. നമ്മൾ പറയത്തില്ലേ, ഓ അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നത് കാഴ്ചയിലൂടെ ഒരു സംഭവത്തെ കാണുമ്പോൾ കാഴ്ചയിലൂടെ കാണികളിലുണ്ടാക്കുന്ന ആ വികാരത്തെയാണ് അത്ഭുതമെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും യോഹന്നാൻ്റെ അവതരണ പ്രയോഗം തന്നെയാണ് എനിക്കും കുറേ കൂടെ ഇഷ്ടമായി തോന്നിയത്. കാരണം ഒരു സന്ദേശം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരടയാളം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ ചരിത്ര സംഭവത്തെ അല്ലെങ്കിൽ ഈ അടയാളത്തെ പരിശുദ്ധാത്മാവ് ഇതിനകത്തെന്താണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സന്ദേശം, അടയാളത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ രാത്രി ഞാൻ ഈ ശമരിക്കാരൻ്റെ വേദഭാഗം വായിച്ചപ്പോഴും ചിലരുടെ മനസ്സിൽ വന്നത്, ഈ എൻ്റെ ദൈവമേ എത്ര കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്നു ശമരിക്കാരനെ കുറിച്ച്. അതുപോലെ തന്നെയാണ് ഈ കാറ്റും കടലും. ഇതൊക്കെ നമ്മുടെ സ്ഥിരം അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഹല്ലേലൂയ, കാറ്റടിച്ചാലും ഹല്ലേലൂയ, കടലിളകിയാലും ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം, ചിലരങ്ങനെ സംസാരിക്കൂ. കാറ്റടിച്ചാലും ഹല്ലേലൂയ, കടലിളകിയാലും ഹല്ലേലൂയ, യേശു വന്നു ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ എന്നെ അതിനെക്കുറിച്ച് പറയേണ്ടത് അങ്ങനെയൊന്നും പറയരുതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഭാഷാ ശൈലി എന്ന് പറയുന്നത്. അത് മുഴുവൻ അങ്ങ് പറയണം. അതിനിടയ്ക്കൊരു ഹല്ലേലൂയ തിരികെ കയറ്റേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ആഴ്ചയിലും കാറ്റടിച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് അവതരിപ്പിക്കാൻ കുറേ എളുപ്പമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായാലും കർത്താവേ ഞങ്ങളുടെയൊക്കെ ജീവിത പടകിൻ്റെ നേരെ അല്ലേ കാറ്റുകൾ അടിച്ചപ്പോൾ ഇല്ലേ, നമ്മൾ അതൊക്കെ പറഞ്ഞ് വൻ തിരമാലകൾ ഉയർന്നപ്പോൾ
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞാൻ ആ പാട്ട് പാടിയത്. ഇതൊരു നമ്മുടെ എറണാകുളത്തുള്ള ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരമ്മച്ചി എഴുതിയ പാട്ടാണ്. ഈ പാട്ട് എഴുതുമ്പോൾ അവർ വലിയ പ്രായമുള്ള ഒരു ആളല്ല, എന്നാൽ ഒരമ്മച്ചി എഴുതിയ പാട്ടാണ് ആ പാട്ട്. പക്ഷേ അധികം പ്രചാരത്തിലത് എത്തിയില്ലെന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് ചെയ്യാൻ അമ്മച്ചിക്ക് വല്ലതും അറിയാവൂ. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നവർക്കേ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. എനിവേ, അതുകൊണ്ടാണ് ആഴക്കടലിൽ ഞാൻ ആ വരികൾ എനിക്ക് ഇഷ്ടമാണ്. വിശേഷിച്ച് ഈ സഭ സംഗീതത്തെ കുറച്ചുകൂടെ കാര്യമായി പരിഗണിക്കുന്ന ഒരു സഭയാണ്. പിന്നെ കീബോർഡ് വായിച്ചുകൊണ്ട് പാടാനൊക്കെയുള്ള കഴിവുള്ള ബ്ലസനെ പോലെയുള്ള കുറച്ച് പേരെ സംഭാവനയായി കിട്ടിയിരിക്കുന്നൊരു സഭയാണ്. 100% അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പാടുന്നില്ലെങ്കിലും അതിനെ കൈകൊട്ടാറുണ്ട്. അദ്ദേഹം കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ലാതെ എൻ്റെ ചർച്ചിലെ വിശ്വാസിയാണ് ഈ പരാക്രമം കാണിക്കുന്നത്. നിൻ്റെ പുറകിൽ ഞാൻ ഉണ്ടടാ ഊവേ. കാരണം അവരുടെ അതങ്ങനെയാണ്, അതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. അവരുടെ പാസ്റ്റർ കൈയടിക്കുകയും ഇടയ്ക്കിടയ്ക്കൊന്ന് സന്തോഷഭാവം കാണിക്കുകയും ചെയ്യുമ്പോൾ ബ്ലസന് ഇച്ചിരി ആവേശം കൂടും. അന്നേരം ബ്ലസന് ഈ അനൗൺസ്മെൻറ്റിലേക്കൊക്കെ കയറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് പരസ്പരം അങ്ങനെ സഹകരിച്ചു പോകണോ, എന്നാലല്ലേ അതിനൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ അടയാളത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കയറുകയാണ്, നമ്മുടെ മുൻവിധികളെല്ലാം മാറ്റിവെച്ചിട്ട്. ശരിക്കും ഒരു വലിയ സന്തോഷ സന്ദർഭത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. 5000 പുരുഷന്മാരെ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ച സംഭവം, ചരിത്രപ്രസിദ്ധമായ സംഭവം. 5000 പുരുഷന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില പ്രസംഗകരും ഒരു പക്ഷേ ചില എഴുത്തുകാരും അവിടെ ഒരു കണക്കുകൂട്ടൽ നടത്തിയിട്ടുണ്ട്. ഞാനത് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പുരുഷന്മാരെന്നുള്ളത് പ്രായപൂർത്തിയായ ആളുകളെക്കുറിച്ചുള്ള പരാമർശമാണെന്നും അവരുടെ ഭാര്യമാർ 5000 പുരുഷന്മാർക്ക് 5000 ഭാര്യമാർ 10000 ഒരു വീട്ടിൽ 2 പിള്ളേർ വെച്ച് കൂട്ടുമ്പോൾ 10000 അപ്പോൾ കുറഞ്ഞത് അവിടെ 20000-ത്തിലധികം വരുന്ന ഒരു സംഖ്യ ഉണ്ടായിരുന്നു എന്നൊരു അവതരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിതിനെ എതിർക്കുന്നില്ലെങ്കിലും വേദപുസ്തകത്തിൽ 5000 പുരുഷന്മാരെ, ശരിക്കും പറഞ്ഞാൽ അതൊരു 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചെന്ന് പറയുമ്പോൾ സഹോദരിമാരില്ലായിരുന്നോ അവിടെ? അത് ന്യായമായ ഒരു ചോദ്യമല്ലേ? അപ്പോൾ സഹോദരിമാരപ്പം തിന്നില്ലേ? ആ അത്ഭുതത്തിൻ്റെ ഭാഗമായില്ലേ? അത് ഏതൊരാൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ചാലും ഈ കണക്കിലേക്ക് കയറാനാണ് സാധ്യത. പക്ഷേ ഇനി അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചിലരുടെ മുഖം കണ്ടിട്ട് കണക്ക് കൂട്ടാൻ തന്നെയാണ്. ചിലരുടെ മുഖത്തെ ഭാവം എന്താണെന്നറിയോ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, അന്ന് വല്ലതും 2 പിള്ളേരാണോ പാസ്റ്ററെ? 2 പിള്ളേർ വെച്ച് കൂട്ടുമ്പോഴാണ് 10000 അല്ലേ? അന്നൊക്കെ വീട് നിറച്ച് പിള്ളേരല്ലേ? ഇപ്പം യേശു പറഞ്ഞ ഒരു ഉപമയിൽ യേശു പറയുന്നുണ്ട്, ആ സ്നേഹിതൻ പുറത്ത് നിന്ന സ്നേഹിതനോട് പറയുന്നത്, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കും. ബഹുവചനമാണ്, പൈതങ്ങളും. ശരിക്കും ആ പദത്തിൻ്റെ ധ്വനി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 6 എണ്ണം എന്നാണ്. 2 എണ്ണം ചെവിയെ പിടിച്ച് കിടന്നുറങ്ങുന്നു, 2 എണ്ണം കാലെ പിടിച്ച് കിടന്നുറങ്ങുന്നു, 2 എണ്ണം കയ്യെ പിടിച്ച് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഈ 5-6 പിള്ളേരുടെ നടുവിൽ കിടന്നുകൊണ്ടാണ് അയാൾ പറയുന്നത്, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നത് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റാൽ, അതാണല്ലോ തടസ്സം പറയുന്നത്. പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നതെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ കാര്യം എന്തോ? സ്നേഹിതൻ കതകിന് മുട്ടി അപ്പം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് കൊടുത്താൽ പോരെ? പക്ഷെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നിവൃത്തികേട് പറയുക, എൻ്റെ വീട്ടിലെ പിള്ളേരെ ഒരെണ്ണം ആ തള്ളെ അടുപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ കേട്ട പിള്ളേരല്ല, യേശു പറഞ്ഞ ഉപമയാന്നേ. യേശു പറഞ്ഞ ഉപമയാ. പിള്ളേർ ആരുടെ കൂടെ കിടക്കുന്നു? അപ്പൻ്റെ കൂടെ കിടക്കുന്നു. അപ്പം പുള്ളിക്കാരി ഉറങ്ങാൻ കിടന്നാൽ ഒരെണ്ണത്തിനെ അടുപ്പിക്കുകയില്ല. വാസ്തവത്തിൽ ആ പുള്ളിയെ സഹിക്കണമല്ലേ? അല്ല, വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഈ സഹോദരന്മാർ പൊതുവെ, സഹോദരിമാർ പിണങ്ങൊന്നും ചെയ്യരുത്,
അവർ പാവങ്ങളാ. കാര്യം ചൂടാവുകയും കോപിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലുണ്ടല്ലോ, മണ്ണുകൊണ്ടല്ലേ നിർമ്മാണം. 10 തുള്ളി വെള്ളം വീണാൽ അന്നേരം അത് കുതിരും അല്ലേ? അന്നേരം കുതിരും, അങ്ങനല്ലേ? എത്ര കട്ടിയുള്ള മണ്ണാണെങ്കിലും 10 തുള്ളി വെള്ളം ഒഴിച്ച് നോക്കി, നമുക്കൊരു ചൂണ്ടുവിരലും കൊണ്ട് അത് ഇങ്ങനെ തോണ്ടിയെടുക്കാം. അതേസമയം എല്ലോ ഒരിടവപ്പാതി മുഴുവൻ നനഞ്ഞാലും ഒരു മയോ അതിന്. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയലിലെ വ്യത്യാസമുള്ള, അതൊരു അനുമാനമാണ്, പക്ഷെ അവഗണിക്കാൻ പറ്റാത്തൊരു അനുമാനമാണ്. കാരണം മെറ്റീരിയലിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം ആ പാവം പിള്ളേരെ എല്ലാം. അപ്പം ഞാൻ പറഞ്ഞത് ബഹുവചനം അവിടെ, പൈതങ്ങൾ. അപ്പം അങ്ങനെ ഒരു കണക്കും വേണമെങ്കിൽ കൊണ്ടുവരാം. കുറച്ച് പേര് കുറച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് അവരൊന്ന് ഫ്രീ ആകാൻ വേണ്ടി ഞാനൊരല്പം കട്ടി കുറച്ചതാണ്. ഇനിയിപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കാര്യമായിട്ട്. എനിക്ക് നിർബന്ധമുണ്ട്, നമ്മൾ ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഇതിനകത്തുള്ള മുഴുവൻ സന്ദേശം ഒരു ഉപദേശിയുടെ അല്ല. ഈ 66 പുസ്തകങ്ങളിലെ 31,173 വാക്യങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന, ഉല്ലേഖനം ചെയ്തിരിക്കുന്ന മുഴുവൻ സന്ദേശവും ദൈവത്തിൻ്റെതാണ്. പിന്നെ നമ്മളതൊന്ന് ഏറ്റുപറയാൻ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ ഒരു വലിയ സന്തോഷം ഞാൻ വിചാരിക്കുന്നത് ശിഷ്യന്മാരെയൊക്കെ അഭിനന്ദിച്ച് കാണും പലരും. ആ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച പലരും അഭിനന്ദിക്കാൻ കാരണമുണ്ട്. കാരണം യേശു ഒരാൾക്കൂട്ടത്തെ വെച്ചല്ല ഈ വിരുന്ന് വിജയിപ്പിച്ചത്, വെറും 12 പേരെ വെച്ചാണ്. എനിക്ക് യേശുവിൻ്റെ ആ നിലയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. 5000 പുരുഷന്മാരെ ഇരുത്തിയത്, 50 വീതം ഇരുത്തിയത് 12 പേരാണ്. അതൊക്കെ ഭയങ്കര അറേഞ്ച്മെൻറ്റാണ് കർത്താവിൻ്റെ. കണ്ടോ, 50 പേരെ ഇരുത്തി, 51 ഇരുത്തിയില്ല, 41 ഇരുത്തിയില്ല, ഒരു പന്തിയിൽ 50 പേർ. അപ്പം ഈ ഇരിപ്പിനൊക്കെ ഒരു ചന്തം വേണമെന്നുള്ളത് കർത്താവിൻ്റെ കണക്കുകൂട്ടലിലുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ കണ്ടു കാണും, ഈ ഹാളിനകത്ത് ഇത്രയും പേരെ കൊള്ളത്തുള്ളൂ. ഇവിടെ നിന്ന് സഹോദരന്മാർ ഓരോരുത്തരെ കയറ്റി വിട്ട് പരമാവധി ആളുകൾ വന്നു കഴിയുമ്പോൾ അവർ കയറിയിരിക്കുന്നു. അവരോട് ചോദിക്കണം, ഈ കയറ്റി വിടാൻ വാതുക്കെ നിൽക്കുമല്ലേ, കാല് കഴിച്ച്. അപ്പോൾ ഇത്രയും പേരെ ഇരുത്താൻ നമുക്ക് വരുന്ന പാട്. അപ്പോൾ 5000 പേരെ 50 വീതം, അത് എണ്ണണമല്ലോ, ഇരുത്തുവീരെന്നാ പറഞ്ഞത്. കാരണം ചിലർ ഇരുത്താതെ ഇരിക്കുകയില്ല. അത് സഭയിലും അങ്ങനെയാണ്, ഇരുത്തണം ചിലരെ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ദൈവദാസന്മാര്. പക്ഷേ പോറലുണ്ടാകാതെ അതൊക്കെ ചെയ്യാവൂ എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇരുത്തിയത് ഒരു ഭയങ്കര ക്ഷീണം. എനിക്കറിയാം, മാസികമൊക്കെ നടത്തുന്ന നമ്മൾ അനൗൺസ് ചെയ്യും. സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഒരു 5 മിനിറ്റ്, കുറച്ച് പേരിറങ്ങും, ബാക്കിയുള്ളവർ ഈ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാണാം. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ആദ്യത്തെ പന്തിക്ക് ഇരിക്കാനാണ്. കാരണം അവർ സ്ഥിരം മാസികത്തിന് പോകുന്നവരാണ്. അവർക്കറിയാം 3ാമത്തെ 4ാമത്തെ പന്തിയിലേക്കൊക്കെ വരുമ്പോൾ സാമ്പാറിന് നീളം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ പലരും പുറത്തിറങ്ങാതെ. നമുക്കെന്ത് പാടാന്ന്, 100 200 പേരെ ഇരുത്താൻ നമുക്ക് പാടാണ്. അപ്പോൾ 5000 പുരുഷന്മാരെ 12 പേര് 50 വീതം പന്തിക്കിരുത്തി എന്ന് പറയുമ്പോൾ അവർ നന്നാ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരോട് തന്നെയാണ് യേശു വിളമ്പാൻ പറഞ്ഞത്. 5000 പേർക്ക് 12 പേര് വിളമ്പൂ എന്ന് പറഞ്ഞാൽ ബൊഫേ സിസ്റ്റം കർത്താവിന് ഇഷ്ടമല്ല. പിണവൊന്നും ചെയ്യരുത്, നമുക്കിവിടെ അതൊക്കെ നടക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയണമല്ലോ. ഈ ജനം ഇരിക്കുന്നിടത്ത് ആഹാരം എത്തിക്കുക. അത് പഴയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവരവരുടെ കൂടാരത്തിൻ്റെ മുൻപിലാ മന്ന പൊഴിഞ്ഞത്. അല്ലാതെ എവിടെയെങ്കിലും മന്ന പൊഴിച്ചിട്ടേച്ച് ഞാൻ അവിടെ പൊഴിച്ചിട്ടിട്ടുണ്ട് പോയി പെറുക്കിക്കോളാൻ പറഞ്ഞ ദൈവമല്ല. അവരെവിടെ പാർത്തോ അതിനകത്തൊരു ദൂതില്ലേ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, ആമേൻ. നിനക്ക് എവിടെ എപ്പോൾ എന്ത് തരണമെന്ന് അറിയാവുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്.
സ്തോത്രം. അപ്പോ 50 വീതം ഇരുത്തിയ ഈ 5000 പുരുഷന്മാർക്ക് വിളമ്പിയതിൻ്റെ വെറും 12 പേര് വിളമ്പി എന്നൊക്കെ പറയുമ്പോൾ അത്രയും പേർക്ക് കുനിഞ്ഞും നൂന്നും വിളമ്പിക്കഴിയുമ്പോൾ അവർക്കുണ്ടായ ക്ഷീണം മനസ്സിലോർത്ത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും കഴിച്ചില്ലേ. അപ്പോൾ ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം, ഒടുവിൽ കഴിച്ചതിൻ്റെ ക്ഷീണം. നല്ല ക്ഷീണം ഈ 12 പേർക്കുണ്ട്. അവരുടെ ഈ എഫർട്ട്, അവരെടുത്ത ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ അവർ കാണിച്ച ശുഷ്കാന്തി, അത് ആളുകളെ ആകർഷിച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രോസിനും സഹപ്രവർത്തകർക്കും പ്രൈസ് ലോർഡ് ബ്രദറെ എല്ലാം നന്നായിരുന്നു. മുകളിൽ നിന്ന് ഞാനാണെങ്കിൽ പറയും, മുകളിൽ നിന്ന് ഒരു എയർപോർട്ട് ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്താൽ 50 വീതം 5000 പേര് ഇരിക്കുന്നത് ഒരു ഫോട്ടോ എടുത്താൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ കൊള്ളാം. നമ്മളൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ഫ്രെയിം ചെയ്ത് വെക്കാൻ കൊള്ളുകയെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും കണ്ട പിടിക്കുകയില്ല. ചെതറിത്തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടെയും കസേരയിട്ട് ഇവിടെയും അതിനെല്ലാം ഒരു ഓർഡർ. അത് കർത്താവ് അതൊക്കെ ശ്രദ്ധിക്കുന്നയാളാണ്. അപ്പോൾ എല്ലാവരും അഭിനന്ദിച്ചു, അവർക്കും സന്തോഷം. സന്തോഷം കൂടാനൊരു കാര്യമുണ്ട്, 12 കൊട്ട. അതിനകത്തൊരു ദൂതുണ്ട് അല്ലേ? കർത്താവ് പറഞ്ഞതനുസരിച്ച് നീ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ട നിനക്കുള്ളതാ. ഓ ഹല്ലേലൂയ. ഞാൻ ഭൗതികം പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. ആ കർത്താവിനെ മനസ്സ് തുറന്നൊന്ന് മഹത്വപ്പെടുത്തിയാലോ. ഓ ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തുടക്കം അങ്ങനെയാ. ആ സങ്കീർത്തനത്തിന്റെ അവസാനം എങ്ങനെയാ? യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. അപ്പൊ ആർക്കാ ദൈവം അവിടെ ശക്തി നൽകുന്നത്? അങ്ങോട്ട് നീ മഹത്വം കൊടുത്താൽ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ക്ഷീണിച്ച്, എത്ര തളർന്ന്, എത്ര ബലഹീനതയോടെയാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിലും സ്തുതിക്കുന്നവർക്ക്, മഹത്വം കൊടുക്കുന്നവർക്ക് അവൻ കടക്കാരനല്ല, അവൻ കടക്കാരനല്ല. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊട്ടക്കണക്കിന് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോടൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവരൊക്കെ കുനിഞ്ഞുന്നൂന്നും മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പിയവരാ. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി നീ മനസ്സോടെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് ആത്മീകമായാലും ഭൗതികമായാലും മറ്റുള്ളവരെ മനസ്സ് തുറന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരെ തിരിച്ചു കരുതുന്ന ഒരു ദൈവം. ആമേൻ. സ്തോത്രം. എന്റെ കർത്താവ് അല്ലെ, ആർക്കാ കടവിടുന്നത്? ആർക്കും അവൻ കടവിടത്തില്ല. നമുക്ക് അവിടെ നിൽക്കാൻ നേരമില്ല. അപ്പൊ ഈ ഒരു സന്തോഷകരമായ സന്ദർഭം കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അവർക്കും സന്തോഷമുണ്ടായി. കാരണം അവരായുസിൽ ആദ്യമായി അപ്പത്തിൻ്റെ അതിശയം കണ്ടതാ. അതിശയം എന്ന പദവും അത്ഭുതത്തിന് ചേർത്ത് വെക്കുന്ന പദമാണ്. അതും വികാരമാണ്. ഞാൻ അതിശയിച്ചു പോയി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അടയാളം. അപ്പോൾ ഒരു വലിയ സന്തോഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന, വായിച്ച ഭാഗത്തെ ചരിത്ര സംഭവം നടക്കുന്നത്. ഈ സംഭവത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ മാനസികമായി വല്ലാതെ വേദനിപ്പിക്കുകയും ഇവരെ അസ്വസ്ഥരാക്കുകയും ചെയ്ത ഒരു സംഭവം. ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം, ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിന് പുറകെ ഒരു സങ്കടത്തിൻ്റെ സന്ദർഭം കൂടെ വന്നു ചേരുകയാണ്.
അതിൽ നിന്ന് ഞാൻ പഠിച്ചത്, ജീവിതം എന്നും സന്തോഷം മാത്രം നിറഞ്ഞതാവണമെന്നില്ല. അതിനിടയിൽ ഇതുപോലെ ചില കാറ്റും ചില തിരമാലകളും ഉള്ള സങ്കടത്തിൻ്റെ സന്ദർഭങ്ങളെയും നമ്മൾ തരണം ചെയ്യേണ്ടതായി വരും. അതാണ് അതിൻ്റെ പ്രാഥമിക ചിന്ത എന്ന് പറയാവുന്നത്. നമുക്ക് ആ ഭാഗം വിടാം. ഇനി നമ്മുടെ കുറിവാക്യം. വാസ്തവത്തിൽ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവൻ അവരെ നിർബന്ധിച്ചു. മതി, നീക്കട്ടെ. ഇപ്പൊ നിർബന്ധിക്കേണ്ടി വന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണും. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. യേശു അവരെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ തവണ അക്കരയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടും അവർ പോകാൻ വിസമ്മതം കാണിച്ചു. വിസമ്മതം കാണിച്ചത് കൊണ്ടാണല്ലോ നിർബന്ധിക്കേണ്ടി വന്നത്. അപ്പോൾ നിർബന്ധിക്കേണ്ടി വന്നു. അവർ വിസമ്മതം കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്ഷീണമുണ്ടവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇവരെ പന്തിയായി ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം, കഴിച്ചതിൻ്റെ ക്ഷീണം. ശരിക്കും ശിഷ്യന്മാരുടെ മനസ്സിലെ ചിന്ത എന്നറിയാവോ? ഈ ട്രിപ്പ് വേണ്ട, അത് നാളെ ആവാം, ഗലീലക്കടൽ അവിടെ ഉണ്ടല്ലോ, ഈ ട്രിപ്പ് നാളത്തേക്കാക്കിയാൽ എന്താ? ഒരുപക്ഷെ യേശുവിനോട് ഇവർ അഭിപ്രായം പറഞ്ഞു കാണും, കർത്താവെ ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്, അത് അങ്ങേക്കറിയാമല്ലോ, ഞങ്ങളാണ് ഈ 5000 പേരെ ഇരുത്തിയത്, ഇവർക്ക് വിളമ്പിയത്, ക്ഷീണമുണ്ട്. പക്ഷേ യേശു അവരെ നിർബന്ധിക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ ദൂതിലേക്ക് വരുന്നു, ശ്രദ്ധിച്ചേ. ഇത് പരിശുദ്ധാത്മാവ് ഞാൻ കടന്നു പോകുന്ന ഇപ്പോഴത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നെ ഉറപ്പിച്ച ദൂതായതുകൊണ്ട്, എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ ഇതിലുള്ളതുകൊണ്ട് നിങ്ങളെയും ഉറപ്പിക്കും. ഉറപ്പാണ്. ആമേൻ. ഈ ട്രിപ്പ്, ഈ യാത്ര ശിഷ്യന്മാരുടെ പ്ലാനിലുള്ളതല്ല, അല്ലേ? കാരണം യേശു അവരെ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ യാത്ര അവരിഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ ഈ യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വവും യേശുവിനാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പദം ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഈ യാത്ര യേശുവിൻ്റെ ഹിതമാണ്. സത്യല്ലേ? അതിനകത്ത് ശിഷ്യന്മാരുടെ താല്പര്യത്തിന്, ഇഷ്ടത്തിന് ഒരു പ്രസക്തിയുമില്ല. അപ്പൊ ഈ യാത്രയുടെ സമ്പൂർണ്ണ നിയന്ത്രണവും ഉത്തരവാദിത്വവും യേശുവിൻ്റെതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ യാത്ര നമ്മൾ സാധാരണ പറയും യേശുവിൻ്റെ ഹിതമെന്ന് നമ്മൾ പറയാറില്ല, ദൈവഹിതമെന്ന് പറയും. അപ്പോൾ ഈ യാത്ര ദൈവഹിതമാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് ഇഷ്ടമല്ല. അതെ, അവിടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കട്ടെ. നമ്മൾ ഈ ദൈവഹിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വ്യത്യസ്ത നിലകളിലാണ്. നമ്മളോട് ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് ദൈവഹിതം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത്, ഇത് ഞാൻ പലരോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരമാണ്, പൊതുജനത്തിൻ്റെ ഉത്തരം. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാനോ പഠിക്കാനോ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആദ്യം ചോദിക്കുന്നത് എൻ്റെ വൈഫിനോട് തന്നെ. അല്പം വിദ്യാഭ്യാസം എന്നെക്കാട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ഏതോ ചർച്ചയിൽ പറഞ്ഞത്, എല്ലാം ഒന്നും ഇവരോട് ചോദിക്കരുത്, ചോദിച്ചാൽ അതൊരു പ്രശ്നമുണ്ട്. കാരണം അച്ചായം പോലും എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും പറയത്തില്ലെന്നൊക്കെ കയറി പറഞ്ഞു കളയും. അതുകൊണ്ട് അത്യാവശ്യമുള്ളതേ ഇവരോട് ചോദിക്കാവൂ. ചില സഹോദരിമാർ പുള്ളി തുടങ്ങിയപ്പം തൊട്ടേ
ഞങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന്. അല്ല, ഞാൻ എൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞതാ. ഇങ്ങനെ ഒരെണ്ണം എൻ്റെ കൂടെ ഉണ്ടേ. അപ്പം നമ്മൾ അനുഭവങ്ങളിൽ നിന്നും കൂടെ പറയുമ്പോൾ ആളുകൾക്കത് എൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. കിട്ടിയ ഉത്തരം എന്നാണെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നടന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പരിശ്രമിച്ചു, നമ്മൾ ചിലപ്പോൾ ഉപവസിച്ചു, നടന്നാൽ നമ്മൾ എന്താ പറയും? ഓ, എൻ്റെ ബ്രദറെ, എൻ്റെ പാസ്റ്ററെ, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പരിശ്രമിച്ചു, എന്തായാലും ചില സമയമെടുത്തെങ്കിലും നടന്നു, ദൈവഹിതം. അപ്പം തിരിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരവാ, ദൈവഹിതമായിരുന്നു ബ്രദറെ. അപ്പം നടന്നാൽ നമ്മൾ പറയും ദൈവഹിതമായിരുന്നു. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു, നടന്നില്ല. ഓ, അതിനെക്കുറിച്ച് എന്താ വിഷമിക്കാന്? ദൈവഹിതം അല്ലായിരുന്നെന്ന്. ഈ രണ്ട് ധാരണയാണ് പൊതുവെ പൊതുജനങ്ങളുടെ ഇടയിലുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ അത് ദൈവഹിതമാണെന്നും നടക്കാതെ പോയാൽ അത് ദൈവഹിതമല്ലെന്നും. ദൈവഹിതത്തിനകത്ത് അധികം നേരം നിൽക്കാൻ നമുക്ക് നേരമില്ല, ഈ ഭാഗം വിശദീകരിച്ച്. എങ്കിലും ഒരു വാക്ക് പറഞ്ഞു വരേണ്ടതുണ്ട്. ഞാൻ ദൈവഹിതത്തെക്കുറിച്ച് ഒരു ചിന്ത കൂടെ പറയാം ദൈവമക്കളോട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ദൈവത്തിന് ഹിതമല്ലാത്തൊരു കാര്യം എനിക്ക് ഹിതമാണ്, എനിക്കിഷ്ടമാണ്. അപ്പൊ എൻ്റെ പ്രകൃതി, മനുഷ്യന്റെ പ്രകൃതം, ബൈബിൾ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്, ബൈബിളിൽ ഇതിനെല്ലാം തെളിവുണ്ട്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം എനിക്കിഷ്ടമാണ്. അപ്പൊ എൻ്റെ ഇഷ്ടം നടക്കാൻ, എൻ്റെ താല്പര്യം നടക്കാൻ ഞാൻ ദൈവത്തെ നിർബന്ധിക്കും. നമ്മുടെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, എൻ്റെ നിർബന്ധം ഞാൻ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഇഷ്ടം നടക്കാൻ ഞാൻ ദൈവത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ ഇഷ്ടം നമ്മെ അടിച്ചേൽപ്പിക്കത്തില്ല. ദൈവം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഇഷ്ടം ദൈവം നടത്തി തരും. ശ്രദ്ധിച്ചോണം, അത് ദൈവഹിതമല്ല. കാരണം ദൈവം എൻ്റെ ഇഷ്ടം, ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല. നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരേ വിഷയത്തിന് വേണ്ടി പലരോട് ആലോചന ചോദിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇവിടെ ഖത്തറിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കേരളത്തിലുണ്ട്. ഒരേ വിഷയത്തിൽ എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുണ്ട്, ചില കാര്യത്തിന് വേണ്ടി 3-4 പേരുടെ അടുത്ത് വണ്ടി കയറി അങ്ങ് പോവുകയാണ് ബാഗുമായിട്ട്. കാരണം സ്ഥലസഭയിലെ പാസ്റ്റർക്ക് ചിലപ്പോൾ ഈ കാണുന്നതിനൊന്നും ഉത്തരം പറയാൻ, ഇപ്പം പട്ടി കടിക്കാൻ വന്നു, അതൊന്നും വ്യാഖ്യാനിക്കും. പട്ടി കടിക്കാൻ, എന്നെ പോലെയുള്ള ഒരാളോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ, പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒരു പട്ടി കടിക്കാൻ വന്നു, എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നു, ഒന്ന് പ്രാർത്ഥിക്കണം, എന്താണെന്ന് വല്ലതും വെളിപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഉത്തരം, പട്ടി കടിക്കാൻ വന്നതല്ലേ ഉള്ളൂ, കടിച്ചില്ലല്ലോ. ഞാനത് പറഞ്ഞ് രക്ഷപ്പെടും. അതല്ലേ കടിക്കാൻ വന്നതിന് നമ്മൾ എന്തോ വ്യാഖ്യാനിക്കുന്നു? ആന കുത്താൻ വരുന്നു, ഇതൊക്കെ കാണുന്നുള്ളൂ, എന്നാൽ ഒരു ദൂതനെ കാണുകയില്ല. അത് പോട്ടെ, നമുക്കതൊന്നും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ആനക്കേസും പട്ടിക്കേസും മാത്രം കൈകാര്യം ചെയ്യുന്ന ചില ക്ലിനിക്കുകളുണ്ട്. അവർക്ക് വലിയ മാർക്കറ്റോ കേട്ടോ, അവർക്ക് വലിയ മാർക്കറ്റാ. ദൈവം തരുന്ന നന്മയെന്ന് കൃത്യമായി കൊടുക്കത്തില്ല. കൊടുക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം ഒരു ടൈം ഇട്ടങ്ങ് പിടിക്കും, കുറേശ്ശെ. അന്നേരം പ്രാർത്ഥനയ്ക്ക് വരും. ഈ ദിവസങ്ങളിലായിട്ട് ഭൗതിക മേഖലയിൽ ഭയങ്കര പോരായ്മ എന്നാ? നന്നായി കൈ കിട്ടിക്കൊണ്ടിരുന്നപ്പം കർത്താവിന് വേണ്ടി കൈ തുറന്ന് കൊടുത്തില്ല. കൊടുക്കാതിരുന്നപ്പം കർത്താവ് എല്ലാ മാസത്തെയും കണക്ക് കൂട്ടിയിട്ട് അതിനെ കൃത്യം വീതം കർത്താവ് പിടിച്ചിട്ട് ആ മാസം ബാക്കിയുള്ളത് അതേ ഉള്ളായിരുന്നു. അതാണ് അതിൻ്റെ റിയാലിറ്റി. പക്ഷെ ഇങ്ങനൊരു കേസ് ഞാൻ ഈ പറഞ്ഞ പുള്ളികളുടെ ആരുടെയെങ്കിലും കൈ കിട്ടിയാൽ സാമ്പത്തിക മേഖലയിൽ പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. സാമ്പത്തിക മേഖലകളിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, പോരുകൾ ഇട്ടുകൊണ്ട്, അതൊക്കെ എന്നാ പോരിട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേ അങ്ങ് ഇത്തുത്തു വരും. എന്തൊരു നാണം കെട്ടൊരു ഇതെന്തുവാ ഇത്? പോരുകൾ ഇട്ടുകൊണ്ട് വ്യാപരിക്കുന്ന പോരുകളും അതിൻ്റെ അടവുകളും അതിൻ്റെ ചില വെല്ലുവിളികളും വെച്ചുകെട്ടലുകളും
അതിന് ചില വാദികട്ടോ. ഇതെന്തോ ഇത്? എനിക്ക് സങ്കടം തോന്നി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പിശാചിന്റെ പ്രവർത്തികൾ ഇങ്ങനെ വർണ്ണിക്കുന്നത്? അയ്യോ, നമ്മൾ വർണ്ണിക്കേണ്ടത് അതാണോ? പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചവനെ വേണം നമ്മൾ വർണ്ണിക്കാൻ. അല്ലാതെ ഇത് എന്തൊരു വിശദീകരണമാണ്? ഞാൻ പണ്ട് നേരിട്ട് കേട്ടൊരു ദൂത് പറയാതെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറുകുടലിനടിയിൽ വൻകുടലിന് മുകളിലായി ചൊറിച്ചിലിട്ടുകൊണ്ട് പോരാടുന്നു. അവിടൊക്കെ കയറി ചൊറിയണമെങ്കിൽ പിശാച് ഇപ്പൊ അങ്ങനെയുള്ള കേസ് എടുക്കുന്നില്ല. പിന്നെ പുള്ളി ഇന്റർനാഷണൽ മിനിസ്ട്രിയിലായിപ്പം. കാരണം പരിശുദ്ധാത്മാവ് തീയാണെന്നും പരിശുദ്ധാത്മാവ് തീ കടലാണെന്നും പുള്ളി പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് കയറി വചനം അറിയാത്ത പാവത്തുങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് ഈ സഭയോടുള്ള സ്നേഹം എന്നറിയാം. വചനത്തിൽ മായം ചേർക്കാതെ, വചനത്തോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ, വചനത്തെ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സഭ എന്നുള്ള നിലയിലാണ് ഞാൻ മനസ്സ് തുറന്ന് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മൾ സേവിക്കുന്നത് രാജാതിരാജാവിനെയാണ്, ലോകത്തെ ജയിച്ചവനാണ്. പിശാചിനെ വർണ്ണിച്ച് അവന്റെ പ്രവർത്തികളെ പൊക്കി പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ച് പണം പിടുങ്ങുന്ന, ഇതിനെ ആദായ സൂത്രമാക്കി മാറ്റുന്ന ഇന്നത്തെ അഭിനവ നേതൃത്വത്തെ ദൈവസഭ തിരിച്ചറിയണം. ആമേൻ. ഈ വചനത്തിന് അഴിക്കാൻ പറ്റാത്ത ഒരു കെട്ടും ഉലകത്തിലില്ല. രാത്രി ഞാൻ ഈ വചനം ഇവിടെ വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോ ആരും നിങ്ങളുടെ ശിരസിൽ കൈ വെക്കാതെ ഈ വചനം പാഞ്ഞു വന്ന് നിങ്ങളെ തൊട്ടാൽ പൊട്ടാത്ത കെട്ടില്ല, അഴിയാത്ത കുരുക്കില്ല. നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി എനിക്കതിലെല്ലാം അത്ഭുതം എന്നാണെന്നറിയോ? എൻ്റെ ഹിതത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല എന്ന് ദൈവം കണ്ട് എൻ്റെ ഹിതം നടത്തിത്തരാൻ ദൈവം തീരുമാനിക്കുമ്പോൾ അത് ഏറ്റവും നന്നായി നടത്തിത്തരും. അതൊക്കെ എനിക്ക് ഈ ദൈവത്തെ കൂടുതൽ ഭയപ്പെടാൻ സഹായിച്ച ചിന്തകളാണ്. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞിട്ട് ഇതിനകത്തെ ഒരു ചിന്തയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയണം. ഒറ്റ വാക്കിൽ തെളിവ് പറയട്ടെ ഞാൻ ഈ പറഞ്ഞു വന്ന ആശയത്തിന്. ഇസ്രായേൽ മക്കൾ ഒരു രാജാവിനെ ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശമൂവേൽ സങ്കടം പറഞ്ഞു ദൈവത്തോട്, അവർക്കൊരു രാജാവിനെ വേണമെന്ന്. കാരണം ജാതികൾക്കുള്ളതുപോലെ, അതിന് കാരണം പറയുക, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അതേ കാഴ്ചപ്പാടാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നത്. ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുന്നിടത്ത് ഇതുപോലൊരു ക്ലോസ് വെക്കുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും, കണ്ടോ, യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ, therefore യോഹന്നാൻ പഠിപ്പിച്ചതുകൊണ്ട് നീ ഞങ്ങളെയും പഠിപ്പിക്കണം. അപ്പൊ ഇത് പഴയ നിയമ പിതാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ശിഷ്യന്മാർ. അപ്പം പഴയ നിയമത്തിലെ ആളുകൾ പറയുന്നു ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. സങ്കടപ്പെട്ട് ദൈവത്തോട് ശമൂവേൽ ഈ സങ്കടം പറയുമ്പോൾ ദൈവം ശമൂവേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ശമൂവേൽ, നിന്നെ അല്ല അവർ തള്ളിക്കളഞ്ഞത്, എന്നെയാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭരണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരൊരു രാജാവിനെ ചോദിക്കുക. അപ്പം ദൈവം അവിടെ വ്യക്തമാക്കുന്നുണ്ട്, ഒരു രാജഭരണം ദൈവഹിതത്തിനകത്തുണ്ടായിരുന്ന പദ്ധതി അല്ല. അപ്പം പക്ഷെ ജനം മാറുന്നില്ല. ജനം രാജാവിനെ ചോദിക്കുകയാണ്. ദൈവം ചെയ്തില്ലേ? അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഇതാണോ? ഇങ്ങനെ ചെയ്യുമോ ദൈവം? ഇങ്ങനെ ചെയ്യും. കണ്ടോ, ദൈവം കൊടുത്തപ്പോൾ, രാജാവിനെ കൊടുത്തപ്പോൾ തോൾ മുതൽ ഇസ്രയേലിൽ ഏറ്റവും പൊക്കം കൂടിയ ഒരു രാജാവിനെ കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹിതത്തിൽ നമ്മൾ മാറാതെ നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട്
എൻ്റെ ഹിതം ദൈവം നടത്തി തരുമ്പോൾ ഏറ്റവും നല്ലത് തരുമെന്ന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഏറ്റവും നല്ലത് കിട്ടുമ്പോൾ അത് ദൈവം തൻ്റെ ഹിതത്തിനകത്ത് നിന്ന് എനിക്ക് തന്നതാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൈവഹിതത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ യാത്ര, അതാ ഞാൻ പറഞ്ഞു വന്നത്, ഈ യാത്ര ദൈവഹിതമാണ്. അതിനകത്ത് ശിഷ്യന്മാരുടെ ഹിതമില്ല, ശിഷ്യന്മാരുടെ ഇഷ്ടം അതിനകത്തില്ല. അപ്പൊ ശിഷ്യന്മാരിപ്പം നിൽക്കുന്നത് സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. സത്യമാണോ? യെസ്, സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഇഷ്ടമല്ല യാത്ര, പക്ഷെ ഇപ്പൊ അവർ കയറി നിൽക്കുന്നത് എവിടെയാണ്? സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. കാരണം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ശിഷ്യന്മാരല്ല, യേശു കർത്താവാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ചിന്ത, സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും കടുത്ത പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഞാൻ ഈ പറയുന്ന ആശയം ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇത് കേട്ടണം. ഞാനിത് കർത്താവിനോട് പലവട്ടം ചോദിച്ചതാ, എനിക്കെന്തുകൊണ്ട് ദൈവാത്മാവെന്നെ ഒരു രാത്രി പഠിപ്പിച്ചൊരു ചിന്തയായത്. കാരണം ഈ കാറ്റും കടലും ഇളകിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എപ്പോഴും പുതിയത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഞാൻ കർത്താവിനോട് ചിലപ്പോൾ കെഞ്ചി പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ് നിൽക്കുന്നതെങ്കിലും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു ചിന്ത അതാണ്. നമ്മുടെ സമയം മുമ്പോട്ട് പോവാണ്. ഞാൻ അതിനൊരു കണക്ഷൻ തരാം, പുതിയ നിയമത്തിൽ നിന്ന് തന്നെ. യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ഉടൻ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വന്നു. അപ്പോൾ ദൈവം സംസാരിച്ചത് നമുക്കറിയാം. എന്താണ് ദൈവം സംസാരിച്ചത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ശ്രദ്ധിക്കണം ആ ഭാഗം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നല്ല. നമ്മുടെ മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ശൈലിയല്ല. ഇവനിൽ ഞാൻ സമ്പൂർണമായി പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴാണ് യേശു ഇത് പറയുന്നത്? സ്നാനമേറ്റ് പൊങ്ങിയ ഉടൻ. യേശു സ്നാനമേറ്റത് 30-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ സമ്പൂർണമായി പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞ വാക്ക്, അതിനൊരു പിന്നാമ്പുറമുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ യേശുവിൻ്റെ ജീവിതത്തെ നോക്കിയാണ് ദൈവം പറയുന്നത്. ഈ 3 പതിറ്റാണ്ട് കാലത്തെ യേശുവിൻ്റെ ജീവിതത്തെ നോക്കി ദൈവം പറയുകയാണ്, ഇവനിൽ ഞാൻ സമ്പൂർണമായി. അതാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. ഈ 30 വർഷത്തിനിടയിൽ എന്റെ ഹിതം വിട്ട്, ആമേൻ, എന്റെ ഹിതം വിട്ട് പുത്രനായ യേശു ഒന്നും ചെയ്തിട്ടില്ല. ഈ വചനമൊക്കെ പ്രസംഗിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. ഖത്തറിൽ വന്നിട്ട് നമ്മൾ ഇത്രയും കാലമായല്ലോ. കഴിഞ്ഞുപോയ നാളുകളെ നോക്കി കർത്താവ് ഇന്ന് രാത്രി നമ്മെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ, ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ നിങ്ങളൊരാളെ നോക്കി കർത്താവ് പറയുവോ, സമ്പൂർണമായി ഞാൻ ഇവളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്? ദൈവത്തെ ആരാധിച്ചോ പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ ദൈവത്തിന് കൊടുത്തോ ഇതൊന്നുമല്ല. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ സമ്പൂർണമായി ദൈവം പ്രസാദിച്ച
ഒരു ജീവിതമായിരുന്നുവോ എന്റേത്? ഞാൻ അവിടെ നിൽക്കുന്നില്ല. അത് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഏത് മേഖലയിൽ? ഭൗതിക മേഖലയിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ സാക്ഷ്യം ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന് പറയുന്നതാണ്. നമുക്ക് അവിടെ നിൽക്കാൻ നേരമില്ല. അതൊരു വലിയ ചിന്തയാണ്. കാരണം ദൈവത്തിന് നമ്മിൽ പ്രസാദിക്കാൻ കഴിയാത്തപ്പോഴും ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. ആ ആശയം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അത് വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന് എന്നിൽ പ്രസാദിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. അനുഗ്രഹവും പ്രസാദവും തമ്മിൽ ബന്ധമില്ല. അത്രയും പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അപ്പോ യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. എവിടം വരെ? സ്നാനം വരെ 30 വർഷം. ഇനി അടുത്ത മത്തായി 3:3 നമ്മളത് വായിക്കുന്നത്. അതിൽ പ്രസാദിച്ചിരിക്കുന്നത്. 4-ാമത്തെ തുടങ്ങുന്നത് എങ്ങനെ? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മതി ശ്രദ്ധിച്ചേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിച്ചേ. സമ്പൂർണമായി ദൈവഹിതത്തിനകത്ത് നിൽക്കുന്ന യേശുവിനെ ഇപ്പോൾ എങ്ങോട്ട് നടത്തുന്നു? മരുഭൂമിയിലേക്ക് നടത്തുന്നു. എന്തിനു നടത്തുന്നു? പരീക്ഷിക്കപ്പെടുവാൻ നടത്തുന്നു. പിൻപിൽ നിൽക്കുന്നത് ആരാണ്? പിശാച്. ഇപ്പൊ ഞാൻ പുതിയ നിയമത്തിൽ ആദ്യം പറഞ്ഞ ആശയം ഉറച്ചോ? ദൈവമക്കൾക്ക് അത് ഉറച്ചോ? സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ് യേശു. പക്ഷേ ഇപ്പൊ പോകുന്നത് പരീക്ഷയിലേക്കാണ്. അപ്പം ഞാനും നിങ്ങളും സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും നമുക്ക് പ്രതിസന്ധികളും പരീക്ഷകളും ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെയുള്ള വചനങ്ങളല്ല പൊതുവെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഈ സന്ദേശം ഇന്ന് രാത്രി ദൈവമക്കൾ ഉൾക്കൊണ്ടാൽ നിങ്ങളുടെ സംശയങ്ങൾ മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ തീരും, നിങ്ങൾ ഈ വചനത്തിൽ ബലപ്പെടും. ആമേൻ. അപ്പം ഞാനത് തെളിയിച്ചു, ഞാനത് സമർത്ഥിച്ചു. എന്ത്? സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകും. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, സുഗമമായ ഒരു യാത്ര കർത്താവ് ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം ചെയ്തായിരുന്നെങ്കിൽ ഈ മരുഭൂമിയിലൂടെ ദൈവം എന്തിനാ ജനത്തെ നടത്തിയത്? അല്ലേ? വെള്ളം ഉണ്ടായിരുന്നു അവർക്ക് കുടിക്കാൻ. ഉള്ള വെള്ളം കയ്പുള്ളതല്ലായിരുന്നു. അപ്പൊ കയ്പുള്ള വെള്ളത്തിലൂടെ നടത്തി, ചെങ്കടലിലൂടെ നടത്തി, പിന്നെ യോർദാൻ. അപ്പം വാഗ്ദത്തത്തിലേക്ക് പോയ ജനം സന്തോഷത്തോടെ കയ്യും വീശി വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നില്ല. ദുർഘടങ്ങൾ, പ്രതിസന്ധികൾ വാഗ്ദത്തത്തിലേക്ക് നടന്നെടുക്കുമ്പോ ജനത്തിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുഗമമായ ഒരു യാത്ര കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ സുനിശ്ചിതമായ ഒരു ലക്ഷ്യം കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, സുഗമമായ യാത്ര വാഗ്ദാനം ചെയ്തിട്ടില്ലെങ്കിലും ഈ വഴിത്താരയിൽ ഒരിടത്ത് പോലും തളർന്നു വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേലിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും. ആമേൻ. മുൻപിൽ വെല്ലുവിളിക്കുന്ന അനാക്യമല്ലന്മാരെ കണ്ട് നീ പതറേണ്ട കാര്യമില്ല, ഞാൻ ദൂതനെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കാറ്റടിച്ചു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം.
അപ്പൊ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിന്നപ്പോ ഇവരുടെ പടകിന് നേരെ കാറ്റടിച്ചു, തിരമാലകൾ ഇളകി. ഞാനതൊന്ന് വിശദീകരിക്കട്ടെ. ഈ കാറ്റ് 2 നിലകളിൽ കാറ്റടിക്കാം. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിന്ന ശിഷ്യന്മാരുടെ പടകിന് നേരെ കാറ്റടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊരു വാക്ക് പറയേണ്ടതുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് കാറ്റടിക്കും. ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട്. ഇതിനെ എല്ലാത്തിനും കയറി പിശാചിനെ കുറ്റപ്പെടുത്തരുത്. കാരണം യോനായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ്, വാക്യെന്തോ, അടിപ്പിച്ചു. അപ്പൊ ആരാ കാറ്റടിപ്പിച്ചത്? ദൈവം. നമ്മളാണെങ്കിൽ നമ്മുടെ ആളുകളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ ദൈവം എന്നുള്ള പദം അങ്ങ് മാറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞ ആളിനെ അവിടെ പ്രതിഷ്ഠിക്കും. അപ്പൊ ദൈവം കാറ്റടിപ്പിച്ചു. എന്തിനാ? ശിക്ഷണ നടപടിയുടെ ഭാഗമായി. യോനയെ അയച്ചത് നിനവയിലേക്കാണ്, പക്ഷെ യോന പോകുന്നത് തർശീശിലേക്കാണ്. യോന തർശീശിലേക്ക് പോയതിന്റെ കാരണങ്ങൾ വിശദമാക്കാൻ നമുക്ക് സമയമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ നിനവേക്കാർ ഇസ്രായേല്യരല്ല. അശൂരിന്റെ തലസ്ഥാനമായ നിനവയിലുള്ളവർ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. അശൂര്യർ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. അപ്പൊ ഈ യഹൂദനായ യോനയെ യഹൂദന്റെ ശത്രുക്കളുടെ രാജ്യത്തിന്റെ മാനസാന്തരത്തിനായി ദൈവം പോകാൻ അയച്ചു എന്ന് പറയുന്നത് ആ ദൂത് കേട്ടപ്പം മുതലേ യോനയ്ക്ക് മടുപ്പാണ്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, കാരണം ഞങ്ങളും അവരും തമ്മിൽ അടുപ്പം, അശൂര്യരുമായി ഇസ്രായേലിന് അടുപ്പമില്ല. അപ്പൊ ഞാൻ ചെന്ന് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം മാനസാന്തരപ്പെടും. അവരെല്ലാം മാനസാന്തരപ്പെട്ടു വന്നാൽ, പുതിയ നിയമഭാഷ പറഞ്ഞാൽ, പിന്നെ അവരുടെ കൂടെ ഇരുന്ന് വേണം നമ്മൾ അപ്പം. വല്ല പിടിയും കിട്ടുന്നുണ്ടോ? അവരുടെ കൂടെ അപ്പം മുറിക്കണം, അവരുടെ വീട്ടിൽ പോയി പപ്സ് തിന്നണം, പിന്നെ അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടണം. നോ നോ നോ, ഞാൻ പ്രവാചകനൊക്കെയാണ്. അത് നോക്കണേ, ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകനാ, പക്ഷേ വർഗീയത പോയിട്ടില്ല. ഒരാളെ ആമേൻ പറഞ്ഞുള്ളൂ. വല്ല പിടിയും കിട്ടുന്നുണ്ടോ? യോ, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനാണെന്ന്, പക്ഷെ അകത്തിരിക്കുന്നത് വർഗീയതയാ. അതാ യോന പോകാൻ മടിച്ചതിന്റെ വേദശാസ്ത്ര വെളിച്ചത്തിലുള്ള പ്രധാന കാരണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം അംഗീകരിക്കുന്നവനെ യോന അംഗീകരിക്കുന്നില്ല. ഓ, അതൊക്കെ എന്തോ ചിന്തയല്ലേ? ദൈവമക്കളെ, ക്രൂശിൽ കിടന്ന കള്ളനോട് നീ ഇന്ന് എന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. നമ്മൾ അനാവശ്യ വിഭജനം വെക്കരുത്. അത് വേദപുസ്തകത്തോട് കാണിക്കുന്ന ക്രൂരതയാണ്. വിഭജനവും വിഭാഗീയതയും വർഗീയതയും വെച്ച് പുലർത്തി നമ്മൾ എന്നാ സ്റ്റേജിൽ കിടന്ന് തകർത്താടിയാലും സ്വർഗത്തിലെ ദൈവം അതിന് മാർക്കിടത്തില്ല. അത് അഭിനയമാണ്. പോട്ടെ. അപ്പൊ ആ യോനയെ, അപ്പൊ യോന അനുസരണക്കേട് കാണിച്ചു. ആ യോനയെ തിരിച്ച് നിനവയിലെത്തിക്കാൻ, കണ്ടോ, ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ടാണ് ദൈവം കാറ്റടിപ്പിച്ചത്. അപ്പോൾ ചില കാറ്റിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്നെ അനുസരണത്തിലേക്ക് ആമേൻ മടക്കി വരുത്താനാണ്. ഈ രാജ്യത്ത് വന്നിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത് ഏതെങ്കിലും കാറ്റുകൾ അടിക്കുമ്പോൾ അതിനകത്തെ ദൈവഹിതം തിരിച്ചറിയണം. എൻ്റെ മടങ്ങി വരവിന് വേണ്ടിയാണോ? എൻ്റെ പ്രാർത്ഥനയൊന്ന് പണിതെടുക്കാനാണോ? എൻ്റെ വിശുദ്ധ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താനാണോ എന്ന് ചിന്തിക്കണം. നമുക്ക് ആ ഭാഗത്ത് നിൽക്കാൻ നേരം നമ്മുടെ സമയം തീരുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, യോനയെ മടക്കി കൊണ്ടുവന്നല്ലോ കാറ്റടിപ്പിച്ച്. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. കപ്പലിന് ഭാരം കൂടുകയാൽ ആണെന്ന് തോന്നി ചരക്കെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു. യോനയെ വിഴുങ്ങാൻ ഒരു അന്തർവാഹിനി കപ്പൽ ആ മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കിയേക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഈ കൽപ്പന കിട്ടിയപ്പോൾ മുതൽ ഈ മഹാമത്സ്യം
ഈ കപ്പലിന് ചുറ്റുവാ. വേറെ ഒരു ഫുഡ് കഴിക്കാൻ പോകാനൊക്കത്തില്ല, കമ്പനി കൂടാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ തൂത് മനസ്സിലായോ? കൽപ്പന കിട്ടിയ മത്സ്യത്തിന് കമ്പനി കൂടാൻ പറ്റത്തില്ല, വേറെ ശാപ്പാടടിക്കാൻ പോകാനും പറ്റത്തില്ല. കാരണം ഈ മത്സ്യം ദൈവം ഉദ്ദേശിക്കുന്ന ചരക്ക് എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ലല്ലോ. ചാക്കുകെട്ടുകൾ കപ്പലിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിടുക, ഭാരം കൂടുകയാൽ. ആ സമയത്തൊക്കെ ഈ മത്സ്യം ഓടിച്ചെന്ന് കാണും. ചൊന്ന് നോക്ക്, ഈ മത്സ്യത്തിന് യോനയെ വല്ല പരിചയമുണ്ടോ? പക്ഷെ ദൈവം എന്തൊക്കെയോ അടയാളം, അതൊന്നും എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കരുത്. ഈ മത്സ്യം എങ്ങനെ യോനയെ തിരിച്ചറിഞ്ഞെന്നുള്ളത്. ഓറഞ്ച് കെട്ടുകൾ, ആപ്പിളിൻ്റെ ചാക്കുകൾ ഒക്കെ വന്നപ്പോൾ ഈ മത്സ്യം പോയി നോക്കി, അല്ല ഞാൻ ദൈവം തമ്പുരാൻ പറഞ്ഞ സാധനം അല്ലിത്. അങ്ങനെ ഇരുന്നപ്പോൾ ഉപദേശി വന്ന് വീണു. അതാ പോട്ടെ, നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മത്സ്യം 3 ദിവസമല്ലേ യോനയെ അകത്ത് കൊണ്ട് നടന്നത്. അങ്ങനെയാണെങ്കിൽ ആ മത്സ്യം ദഹനരസം ഉൽപ്പാദിപ്പിച്ചോ? 3 ദഹനരസം ഉൽപ്പാദിപ്പിച്ചാൽ ഉപദേശി പോയില്ലേ? അതിനകത്ത് കിടന്ന് തീരും, ദഹിച്ചു. അപ്പം ദഹനരസം ബ്ലോക്ക് ചെയ്തേക്കോ ദൈവം. ഒരാളെ മടക്കി കൊണ്ടുവരാൻ, അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചാൽ ദൈവം സ്വീകരിക്കുന്ന മാർഗം ചിലപ്പോൾ ഇച്ചിരി കട്ടിയായിരിക്കും. ഞാൻ ഇന്ന് രാത്രി ചിലരോട് വ്യക്തിപരമായി വിവേചിച്ചു പറയുകയാണ്. അനുതാപിക്കാനും മാനസാന്തരപ്പെടാനും ദൈവസന്നിധിയിൽ വിശുദ്ധിക്കായി ജീവിതത്തെ ഏൽപ്പിക്കാനും മടി കാണിച്ച് ഞാൻ എന്തോ ആയി എന്ന ഭാവേന മുമ്പോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ, മടക്കി വരുത്താൻ അടിക്കുന്ന കാറ്റുണ്ടല്ലോ, അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഓങ്ങി നിൽക്കുന്ന ചില ശിക്ഷണ നടപടികൾ ഇന്ന് രാത്രി കുടുംബങ്ങളെ വിട്ട്, ആമേൻ, യെസ്, ചില തലമുറകളെ വിട്ട് അത് ഒഴിഞ്ഞു പോകട്ടെ. പെട്ടെന്ന് ശിഷ്യന്മാരിലേക്ക് വന്ന് ഞാൻ നിർത്താം. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു, നമ്മളത് സമർത്ഥിച്ചു. പക്ഷേ ഒരു വാഗ്ദത്തം ഇവർക്ക് കർത്താവ് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹിതത്തിനകത്താണ് അവർ നിൽക്കുന്നത്. ഒരു വാഗ്ദത്തം കൊടുത്താ വിട്ടത്. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. എന്തോ അതിൻ്റെ അർത്ഥം? അത് പറഞ്ഞ് നിർത്താം. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പോകും, എനിക്കൊരല്പം നേരം പ്രാർത്ഥിക്കണം. അതതിൻ്റെ കാരണം തൊട്ട് പുറകെ യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ പോയെന്നാ. ഇപ്പം നിങ്ങൾ പോകും, പുറകെ ഞാൻ വരാം. അതാ വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ ഇവർ സംശയിക്കേണ്ട കാര്യമില്ല. ആ ആജ്ഞയിൽ തന്നെ ഒരു വാഗ്ദത്തമുണ്ട്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ഒരു വാഗ്ദത്തം തരാതെ കർത്താവ് നമ്മളെ ഒരു പ്രതിസന്ധിയിലും കൂടെ നടത്തത്തില്ല. ഇന്ന് രാത്രി ഞാനത് ആവർത്തിച്ചു പറയുന്നു, ഒരു വാഗ്ദത്തം തരാതെ അവൻ നമ്മെ ഒരു പ്രതിസന്ധിയിലൂടെയും നടത്തത്തില്ല. ആമേൻ. ബാക്കി ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു വാക്കൂടെ പറയട്ടെ. ശിഷ്യന്മാർ നോക്കിയപ്പോ, ഇടയ്ക്കുള്ള ഭാഗം ഞാൻ പറയുന്നില്ല, യേശു നടന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ ഇവരെ പേടിപ്പിച്ച വെള്ളത്തിന്റെ മീതെയാ യേശുവിൻ്റെ കാലുകൾ. അതാ പുറകെ വരാന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഹിതത്തിനകത്ത് നിൽക്കുമ്പോൾ ഏത് കാറ്റടിച്ചാലും ഏത് തിരമാല ഉയർന്നാലും അത് എൻ്റെ കാൽ കീഴെ ആയിരിക്കും. നീ തകരാൻ ഞാൻ അനുവദിക്കത്തില്ല, നീ തളരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് നേരെ ആഞ്ഞു വീശുന്ന കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നവൻ, മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ച് ആഞ്ഞടിക്കുന്ന തിരമാലകളെ ചവിട്ടിക്കൊണ്ട് ഇന്നു രാത്രി തന്റെ ജനത്തിനു വേണ്ടി യേശു നടക്കുന്നു.
പത്രോസേ, അവൻ പുറപ്പെട്ടിട്ടുണ്ട്. യോഹന്നാനേ, അവൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി യോഗത്തിൽ വന്ന ദൈവ പൈതലേ, അവൻ നിനക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ ഉറക്കാൻ കഴിയും? എന്റെ കർത്താവ് പുറപ്പെട്ടിട്ടുണ്ട്. യേശുവേ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. പക്ഷേ ഇന്ന് രാത്രി വന്നവരോട് ദൈവത്തിന് എന്താണോ പറയാനുണ്ടായിരുന്നത് അത് പറഞ്ഞെന്നാണ് എൻ്റെ ഹൃദയം പറയുന്നത്. നിങ്ങൾ ഏറ്റെടുത്തെന്ന് നിങ്ങളുടെ മുഖവും പറയുന്നു. അതിലൊരുപാട് സന്തോഷം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, എന്നെ ദൈവം ഉറപ്പിച്ചൊരു വചനമാണ്. ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, പുറകെ ഞാനുണ്ടെന്ന. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് അക്കരെ വെച്ച് കാണാമെന്ന് അതിൻ്റെ അർത്ഥം. തനിച്ച് വിടത്തില്ല ദൈവ പൈതലേ, ഇല്ല ഇല്ല. ആമേൻ. തിരമാലയ്ക്ക് അവനെ ഭയമാ, കാറ്റിന് അവനെ ഭയമാ. നിന്റെ പ്രതിസന്ധികളെ നിയന്ത്രിക്കാൻ കരുത്തുള്ളവനാ നിന്നെ വിളിച്ചവൻ. പക്ഷെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജീവിക്കുന്നെങ്കിൽ ദൈവഹിതത്തിനകത്ത് നിന്ന് ജീവിക്കണം. സമ്പൂർണ്ണ ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എൻ്റെ ഇഷ്ടം ഞാൻ ദൈവത്തെ അടിച്ചേൽപ്പിച്ചിട്ട് ദൈവത്തെ നിർബന്ധിച്ച് ആ ഇഷ്ടം നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കരുത്. അങ്ങനെ പരിശ്രമിച്ചാൽ ദൈവം ചിലപ്പോൾ അത് തരും, ഏറ്റവും നല്ലത് തന്നെ തരും. പക്ഷെ പിൽക്കാലം നമ്മൾ പഠിക്കുന്നു, ശൗൽ 2 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേൽ നിന്ന് യഹോവയുടെ ആത്മാവ് പോയി. പിന്നെ 38 വർഷം ശൗൽ ഭരിച്ചത് ദുരാത്മാവിനെ വഹിച്ചുകൊണ്ടാണ്. അതിടയ്ക്കൊക്കെ വിട്ടുപോകുന്നത് ദാവീദ് കിന്നരം വായിക്കുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നിർബന്ധിച്ച് നേടിയെടുക്കുന്ന ചില ഇഷ്ടങ്ങൾ പിന്നീട് ദുരന്തങ്ങളിലേക്കായിരിക്കും പോകുന്നത്. ആദ്യം അത് നല്ലതായി തോന്നാമെങ്കിലും, ഞാൻ ഈ ദൂതുകൾ തലയിൽ കൈവച്ചു പറയേണ്ട ദൂതുകളാണ്. ആദ്യം നമുക്കിഷ്ടമുള്ളതും സന്തോഷമുള്ളതുമായി തോന്നാമെങ്കിലും തൊട്ടുപുറകെ വരുന്ന ദുരന്തങ്ങൾ അത് മുന്നറിയിപ്പായി ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, നീ അനുവദിക്കുന്ന, നീ പറയുന്ന, നീ ഇച്ഛിക്കുന്ന കാര്യം ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എന്റെ ഹിതമൊന്നും വേണ്ട, എന്റെ ഹിതമൊന്നും വേണ്ട. നിന്റെ സമ്പൂർണ്ണ ഹിതത്തിനകത്ത് ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. എന്റെ സംശയം ഇന്ന് രാത്രി ഇവിടെ തീരുകയാണ്. കർത്താവ്, എന്റെ സംശയം തീർന്നു. എനിക്ക് പ്രതിസന്ധി ഉണ്ടായാൽ ഞാൻ സങ്കടപ്പെടേണ്ടതില്ല. ഞാൻ കർത്താവിനെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളപ്പോഴും എനിക്കെതിരെ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ, എനിക്കെതിരെ തിരമാല ഉയരുന്നുണ്ടെങ്കിൽ, ആമേൻ ആമേൻ, സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് അതുണ്ട്. എന്നാൽ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് പ്രതിസന്ധി മാത്രമല്ല, ഒരു വാഗ്ദത്തം കൂടെ എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കരെ എത്തും. ആമേൻ. ഞാൻ അക്കരെ എത്തും. ഇടയ്ക്ക് വെച്ച് എന്റെ പടക് തകരാൻ അവൻ അനുവദിക്കത്തില്ല. എന്നെ അക്കരെ എത്തിക്കൂ.
സമ്പൂർണ്ണ ദൈവഹിതത്തിനായി ഈ സന്ദേശത്തിന്റെ മുൻപിൽ സമർപ്പിക്കാൻ ഹൃദയത്തിൽ തീരുമാനമുള്ളവർ ഈ യോഗത്തിലുണ്ടെങ്കിൽ അവരുടെ കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. ഇത് അഭിഷക്തന്മാർക്ക് കാണാനല്ല, ഈ കരങ്ങൾ കർത്താവൊന്ന് കാണട്ടെ. ഞാൻ തുറന്ന് കരങ്ങൾ താഴ്ത്തിയിടാം. തുറന്നൊരു ദൂത് പറയാം. നിങ്ങൾക്ക് വേണ്ടി അവൻ പെരുവെള്ളങ്ങളെ ചവിട്ടി ഈ ദിവസങ്ങളിൽ ചില പുതിയ ക്രിയകൾ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ. തീരുമാനത്തോടെ ഓ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നമ്മള് കരങ്ങളടിച്ച് ഒരു പാട്ടിന്റെ സ്റ്റാൻസ് കൂടെ ഒന്ന് പാടുക. കർത്താവിന്റെ ദാസന്റെ അനുവാദം നമുക്ക് ലഭിച്ചതുകൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി നമുക്ക് പിരിയാം. ആമേൻ, ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ പാടാം, തീരുമാനത്തോടെ പാടാം. ആമേൻ, ധൈര്യമായി സന്തോഷത്തോടെ. ഹല്ലേലൂയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ.